ബഹുമാന്യനായ അധ്യക്ഷൻ മാർട്ടിൻ, യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം പി രാജേന്ദ്രകുമാർ, സ്റ്റേറ്റിൻ്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരിലൊരാളായ അഡ്വക്കേറ്റ് എസ് ഹരികുമാർ, ജില്ലാ ഭാരവാഹിയും ഫെഡറേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള ഷാവി കന്നഡി, ഈ പ്രദേശത്തെ പൊതുജനാധിപത്യ പ്രസ്ഥാനത്തെ നയിക്കുന്ന അനിൽകുമാർ, ഇവിടെ സ്വാഗതം ആശംസിച്ച യൂണിയൻ ജില്ലാ ഭാരവാഹിയായിട്ടുള്ള ഈശ്വരാജൻ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, മത്സ്യത്തൊഴിലാളി യൂണിയൻ CIQ കരിമ്പുളം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ പ്രദേശത്ത് കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ നല്ല വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും അതുപോലെ തന്നെ വളരെ പ്രശസ്തമായ നിലയിലുള്ള മറ്റു നേട്ടങ്ങൾ കൈവരിച്ചവരെയും ആദരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ യോഗം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, CIQ എന്ന സംഘടന അത് തൊഴിലാളികളുടെ സംഘടനയാണ്. ആ CIQ-ന്റെ മുഴുവൻ പേര് നിങ്ങളെല്ലാം CIQ എന്ന് കേട്ടിട്ടുണ്ടാവും. CIQ-ന്റെ അതൊരു 3 വാക്കുകളുടെ ആദ്യ അക്ഷരങ്ങളാണ് CIQ. C സെന്റർ, അതിൻ്റെ ഇടയിൽ ഒരു സെന്റർ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻസ്, അതാണ് CIQ. ഈ സംഘടനയിൽ കോടിക്കണക്കിന് അംഗങ്ങളുണ്ടെങ്കിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്നുള്ളതോടൊപ്പം തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുക, അതോടൊപ്പം തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രോത്സാഹനം നൽകുക, തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ മെച്ചപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ന് വരുമെന്നേറ്റിരുന്ന് മറ്റ് അസൗകര്യങ്ങൾ കാരണം വരാതിരിക്കുന്ന ചിത്തരഞ്ജൻ MLA, അദ്ദേഹം നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഫെഡറേഷൻ, ആ ഫെഡറേഷൻ ഒട്ടേറെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്നെല്ലാം ഇടയ്ക്കിടയ്ക്ക് അവരെല്ലാം വിളിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് സമരം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തിനാ ഈ സമരം ചെയ്യുന്നത്? സമരം ചെയ്യുന്നത് അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ്. അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്നതാണ് ട്രേഡ് യൂണിയൻ എങ്കിലും ആ ട്രേഡ് യൂണിയൻ വിദ്യാഭ്യാസ, സാംസ്കാരിക, കലാരംഗങ്ങളിലൊക്കെ കൂടുതൽ മാറ്റി തെളിയിക്കുന്ന കുട്ടികൾക്കും അതുപോലെ യുവതീവാക്കൾക്കും ഒക്കെ പ്രോത്സാഹനം നൽകുക എന്നുള്ളതുകൂടി ഇതിന്റെ ഭാഗം. ഇതിപ്പോ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽപ്പെട്ട ഒട്ടേറെ കുട്ടികൾ പഴയതുപോലെയല്ല, അവര് നന്നായി പഠിക്കുന്നുണ്ട്. നമ്മുടെ തീരപ്രദേശത്ത് ഏത് വീട്ടിൽ പോയി കഴിഞ്ഞാലും അവിടെയുള്ള ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ അവരൊക്കെ ബിരുദാനന്തര അവര് ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ കാരണം അവർ കുറച്ചൊരു പ്രായമൊക്കെ ആയി ശരീരമൊക്കെ പുഷ്ടിപ്പെടുമ്പോൾ അവർ മത്സ്യബന്ധനത്തിന് പോകും. മത്സ്യത്തൊഴിലാളികളുടെ മക്കളാണെങ്കിൽ, തെങ്ങ് കയറുന്ന ആളുടെ മക്കളാണെങ്കിൽ അവർ തെങ്ങ് കയറ്റത്തിലേക്ക് പോകും. മറ്റ് മൺവെട്ടിയെടുത്ത് പണിയെടുക്കുന്ന ആളുകളുടെ മക്കളാണെങ്കിൽ അവർ ആ തൊഴിലിൽ പോകും. അങ്ങനെ
അവനവന്റെ രക്ഷിതാക്കൾ എന്ത് തൊഴിൽ പറയുന്നില്ല. നമ്മുടെ ജാതി നാട്ടിലുള്ളത് പോലെ ജാതിയുള്ള രാജ്യം ലോകത്ത് വേറെ എവിടെയില്ല. ഉണ്ടോ? ജാതിയെ സൃഷ്ടിച്ചത്. അപ്പൊ ആ ജാതി സൃഷ്ടിക്കുന്ന തൊഴിലിന്റെ പേരിലാണ്. അവൻ ജോലി എന്ത് ചെയ്യുന്നോ ആ ജോലിയുടെ നിലവാരം അനുസരിച്ചുള്ള മഹിമ. അപ്പൊ ഈശ്വരനെ നേരിട്ട് ആരാധിക്കുവാൻ അവസരമുള്ള പൗരോഹിത്യത്തിന് പൂജാരിമാർക്ക് സമൂഹത്തിൽ ഉയർന്ന ജാതി. മീൻ പിടിക്കാൻ പോകുന്നവൻ ഒരു പ്രത്യേക ജാതി, തേക്കിക്കയറാൻ പോകുന്നവൻ വേറൊരു ജാതി. അപ്പൊ ഈ ജാതികൾ ഇങ്ങനെ ജാതി സ്പർദ്ധയോടുകൂടി വളർന്ന നാടാണ് നമ്മുടേത്. അതിനെതിരായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ഒട്ടേറെ ആളുകൾ, മഹാരഥന്മാർ പോരാട്ടം നടത്തിയത്. നിങ്ങൾക്കറിയാമല്ലോ, ഈ ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ, സൗത്ത് ആഫ്രിക്ക. ഇപ്പോഴാണ് ക്രിക്കറ്റ് കാണുന്ന ആളുകൾക്ക് എല്ലാം അറിയാം സൗത്ത് ആഫ്രിക്ക. ഈ സൗത്ത് ആഫ്രിക്കയിൽ പണ്ട് കറുത്ത ആളുകൾക്ക് വെളുത്ത ആളുകളോടൊപ്പം ഇരിക്കാനോ നടക്കാനോ ഉള്ള അവകാശം ഉണ്ടായിരുന്നില്ല. പണ്ട് മഹാത്മാഗാന്ധി അവിടെ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സാഹിബ്മാര് പറഞ്ഞു, ഇവൻ സാഹിബല്ല, ഇവൻ വെള്ളക്കാരനല്ല. അപ്പൊ ഗാന്ധിജിയെ ഒരു സ്റ്റേഷനിൽ പുറത്ത് ഇറക്കി വിട്ടു. ഗാന്ധിജി അവിടെ നിന്ന് പിന്നെ തുടങ്ങുന്നത് മഹത്തായ സമരത്തിലേക്കാണ്. അവിടുന്നാണ് കറുത്തവരുടെ പോരാട്ടം ഉണ്ടാവുന്നത്. മണ്ടേലെ പോലുള്ള ആളുകൾ പിന്നീട് ലോകത്തിന് തന്നെ മാതൃകയാവുന്നത്. അപ്പൊ കറുത്തവനും വെളുത്തവനും തമ്മിൽ വലിയ സ്പർദ്ധയുണ്ടായിരുന്ന നാടാണ് ഈ ലോകം തന്നെ. ഇന്ത്യയിലാണെങ്കിലോ ജാതി കോമരങ്ങളാണ് ഉള്ളത്.